നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അവോയ്ഡിങ് കോമ്പാറ്റിനെ കുറിച്ചാണ്. അവോയ്ഡിങ് കോമ്പാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ചും ലീഡ് ചെയ്ത് നിൽക്കുന്ന ഒരു കോമ്പറ്റീറ്റർ മറ്റേ കോമ്പറ്റീറ്റർക്ക് സ്കോർ എടുക്കാനുള്ള ചാൻസ് കൊടുക്കാതെ അവോയ്ഡ് ചെയ്യുന്നതിനാണ് അവോയ്ഡിങ് കോമ്പാറ്റ് എന്ന് പറയുന്നത്. കരാട്ടയുടെ നിയമങ്ങളനുസരിച്ച് അവോയ്ഡിങ് കോമ്പാറ്റ് എന്ന് പറയുന്നത് ഒരു ഫൗളാണ്. പ്രത്യേകിച്ച് അതോഷി ബിറാക്കോ എന്ന സമയത്ത്, അതായത് മത്സരം തീരുന്നതിന് 15 സെക്കൻഡുള്ള സമയത്ത് റൂളുകൾ ചേഞ്ച് ആവുന്നുണ്ട്. ആ സമയത്ത് അവോയ്ഡിങ് കോമ്പാറ്റ് എന്ന് പറയുന്ന സിറ്റുവേഷൻ വന്നാൽ അയാളുടെ സെൻഷു ക്യാൻസൽ ചെയ്യുന്നതിനൊപ്പം അയാൾക്ക് ഫൗൾ കൊടുക്കുന്നത് മിനിമം ആൻസോക്കുച്ചു ആയിരിക്കും. ഇത്രയുമാണ് അവോയ്ഡിങ് കോമ്പാറ്റിനെ സംബന്ധിച്ചിട്ടുള്ള അതോഷി ബിറാക്കോയിലെ പ്രത്യേകതകൾ. ഈ കേസിൽ അവോ ലീഡിങ് ആയിരുന്നു. അവ ജയിച്ച് നിൽക്കുകയാണെന്നുള്ള സിറ്റുവേഷൻ വരുമ്പം അതോഷി ബിറാക്കോ ടൈമിൽ അക്കേനെ സ്കോർ എടുക്കാൻ സമ്മതിക്കാതെ അവോ റണ്ണിങ് അറൗണ്ട് ചെയ്തു. അപ്പോൾ തീർച്ചയായിട്ടും അത് അവോ ഒരു ഫൗളാണ് ചെയ്തത്. അവോ അനുസരിച്ചു അവോ സെൻസു ഒരു മസൻ ആവോയ്ക്ക് ആൻസോ കൊച്ചുയുടെ ഫൗൾ കൊടുത്തു. ആവോയ്ക്ക് സെൻഷു ഉണ്ടായിരുന്നു, സെൻഷു ക്യാൻസലും ചെയ്തു. ഇതാണ് അതോഷി ബിറാക്കോ ടൈമിൽ ടൈം വേസ്റ്റിംഗ് ബിഹേവിയറിൽ ഒന്നായ റണ്ണിങ് അറൗണ്ട് അവോയ്ഡിങ് കോമ്പാറ്റ് നടന്നാലുള്ള റൂൾ. മറ്റൊരു റൂൾ ഡിസ്കഷനുമായി വീണ്ടും വരാം. താങ്ക് യു.